കാലത്ത് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നൂലപ്പത്തിൻ്റെയോ അതുപോലെ തന്നെ ഒരു മുട്ടക്കറിയുടെയും റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് അരിപ്പൊടി ഒരു കടായിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് 3 കപ്പ് സാദാ വെള്ളമാണ് കേട്ടോ, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, സാദാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതല്പം തരികളുള്ള അരിപ്പൊടി ആയതുകൊണ്ടാണ് 3 കപ്പ് ചേർക്കേണ്ടി വന്നത്. വളരെ നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 2 കപ്പോ 2.5 കപ്പൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലത്തെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പൊടിയും വെള്ളം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ ഈ ഒരു രീതിയിലൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിനി നല്ല തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് ഇത് തിക്കായിട്ട് വരണം. ഏകദേശം 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പൊടി നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ കൈ കൊണ്ട് കുഴയ്ക്കുന്ന പരിപാടിയില്ല, നമ്മൾ ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയിലായപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്നും കൂടി സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് നൂൽപ്പൊട്ടിനുള്ളത് റെഡിയാക്കാൻ പറ്റും. ഇനി ഇതൊന്ന് മൂടി വയ്ക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് മുട്ടക്കറിക്കുള്ള പരിപാടികൾ ചെയ്യാം. അപ്പോൾ കുറച്ച് കോഴിമുട്ട, 5 കോഴിമുട്ട ഞാനത് തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു വലിയ സവാളയാണ് എടുത്തേക്കണേ. ഇത് ഒരു കുക്കറിലോട്ട് അത്യാവശ്യം വലിയ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക്. കാരണം നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ടാണ് ഇതിനുള്ള മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പഴുത്ത തക്കാളി 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 5 കോഴിമുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു അളവിലുള്ള മുട്ടക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി നമുക്ക് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കണം. ഇനി ഒരു 5-6 വെളുത്തുള്ളി, ഇത് ഞാൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊരു 5-6 വെളുത്തുള്ളി കാണുള്ളൂ. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ വരുന്ന വരെ മാത്രം വേവിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നൂലപ്പം തയ്യാറാക്കാം. അപ്പച്ചിമ്പൊക്കെയാണല്ലോ നമ്മൾ നൂൽപുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്താലും മതിയാകും. അപ്പോൾ അതിന് മുന്നേ ഒരല്പം എണ്ണ കൂടി തടവി കൊടുക്കുക നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലും. അതുപോലെ തന്നെ നൂലപ്പം ഉണ്ടാക്കുന്ന അച്ചിലൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം, ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. ഇനി അതിലോട്ട് നമ്മുടെ മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ നൂലപ്പം ഒന്ന് ചുറ്റിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ വലിയ വലുപ്പത്തിൽ തന്നെയുള്ള നൂലപ്പോ അതുപോലെ കൊച്ചു കൊച്ചു നൂലപ്പൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടം ഏത് രീതിക്കാണോ കഴിക്കാൻ ഇഷ്ടം അതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. കാരണം ഇത് ഓൾറെഡി നന്നായിട്ട് വെന്ത പൊടിയാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മാത്രം മതിയാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റിൻ്റെ അടുത്ത് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പച്ചിമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നൂലപ്പം തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അതില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ നൂലപ്പത്തിൻ്റെ പരിപാടികളൊക്കെ തീർന്നു. ഇനി നമുക്ക് മുട്ടക്കറി റെഡിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 2-3 വിസിലിന് ശേഷം നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിയും സവാളയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ മുട്ട പുഴുങ്ങിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം. അപ്പോൾ കടായിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരല്പം മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിരിക്കുന്ന കോഴിമുട്ടകളുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 3 കോഴിമുട്ടയെ ചേർക്കുന്നുള്ളൂ. കാരണം കുട്ടികൾക്ക് ഇതുപോലെ മസാല പിടിച്ചിട്ടുള്ള കോഴിമുട്ട കഴിക്കാൻ അവർക്കത് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് 3 കോഴിമുട്ട മാത്രമേ ഞാൻ അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു 5-6 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ഓണിയൻ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എണ്ണ തെളിയും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന കാണുമ്പോൾ നമുക്കിതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അത് ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലോട്ട് 1 കപ്പ് കൂടി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് കഴുകി ഒഴിക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും അത് ചേർക്കുമ്പോൾ. ഇനി നമുക്ക് ഗരം മസാലയും കൂടി ലാസ്റ്റ് ചേർത്തിട്ട് നമ്മുടെ കോഴിമുട്ട ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി ഇരിക്കും തോറും തിക്കായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. ഞാൻ ഇപ്പം മൊത്തത്തിൽ ഒരു 2 കപ്പ് വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം ഒരു 2 മിനിറ്റോളം മാത്രം എന്താ ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെയും നൂലപ്പുട്ടിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.